Hey. So it's all over. പറ. ഞാൻ എന്തോ നിന്റെ അടുത്ത് പറയണോന്ന് വിചാരിച്ചതാ. പറ. മറന്നു. What's your next plan? നീ സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് കാണണം. God bless you. ആരാത്? സർ. ചേട്ടാ സുഖമല്ലേ? എനിക്ക് മനസ്സിലായില്ലല്ലോ. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അല്ലേ? ധർമ്മദുര ചേട്ടാ. ഇത് നിങ്ങളുടെ ക്ലാസ് റൂം തന്നെയല്ലേ? ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല സാറേ. അല്ല, സാർ ഇവിടെ എന്താ ചെയ്യുന്നേ? ഒരു ചെറിയ സഹായം വേണം. എന്റെ കൂടെ പഠിച്ച 2 പെൺകുട്ടികളുണ്ട്, സ്റ്റെല്ലയും സുഭാഷിനിയും. എനിക്ക് അവരുടെ അഡ്രസ്സ് വേണം. ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ എല്ലാം നോക്കി കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. പറ്റില്ലെന്ന് പറയരുത്. എന്റെ പിറന്നാൾ ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് സാറാ. സാർ ചോദിച്ചാൽ ഞാൻ എന്തെടുത്തു തരും. അല്ല, എന്താ കാര്യം? ഞാൻ നന്നായി വരണമെന്ന് വിചാരിച്ച 2 പേരുണ്ട്. അവരാണ് സ്റ്റെല്ലയും സുഭാഷിനിയും. എനിക്കവരെ കാണണം. പ്ലീസ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. സാറേ, ഇനി എനിക്ക് 10 വർഷം കൂടി സർവീസ് ഉണ്ട്. ഞാനത് എടുത്തു തന്നെന്ന് ആരെങ്കിലും അറിഞ്ഞാ എന്റെ ജോലി തിരക്കും സാറേ. അതൊന്നും സംഭവിക്കില്ല. അത് വിട് ചേട്ടാ. മുത്തമ്മയ്ക്ക് സുഖമല്ലേ? 2 പിള്ളേരുടെ അമ്മയവളിപ്പോ. സൂപ്പർ ചേട്ടാ, വെരി ഗുഡ്. കൺഗ്രാറ്റ്സ്. അതിന് ഞാനല്ല കിട്ടിയത്. എന്തിനാ സാറേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? ശരി, അതൊക്കെ വിട്. ബാഗ് ഇട്. എന്തൊരു വെയിറ്റ് ചെയ്ത്. അതിൽ കുറെ തുണിയും ബുക്സും ഒക്കെയാ. രൂപയൊന്നും വേണ്ട സാറേ. ഇതാ വെച്ചോ. എന്നാ ഞാൻ പറട്ടെ. ശരി ചേട്ടാ, പോയിട്ട് വരാം. ബൈ. റിസപ്ഷനിസ്റ്റ്. എന്താ ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ ഒച്ച ഉണ്ടാക്കരുത്. ഒന്ന് ഫാൻ ഇടുവോ? കറണ്ട് ഇല്ല സർ. കറണ്ട് ഇല്ലെന്ന്. അപ്പൊ ഈ ബൾബൊക്കെ ബാറ്ററിയിലാണോ ഓടുന്നത്? എന്താ? വാട്ട് ചിത്ര? അല്ല ഡോക്ടർ, വന്നത് മുതൽ ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നിങ്ങളുടെ റിലേറ്റീവ് ആണോ ഡോക്ടർ? He's my classmate. Dr. Dharmadurai. വാടാ. ശുഭ, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? അതും എന്റെ ഹോസ്പിറ്റൽ റിസപ്ഷനില്. നീ ഒരു ഡോക്ടറാടാ. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ നല്ല നിലയിലുണ്ടാവുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആരുടെ കൂടെയും കോണ്ടാക്റ്റിലില്ല. പിന്നെ ഞാൻ ആരുടെ അടുത്ത് എന്ത് ചോദിക്കാനാ? ഇതെന്ത് സ്വഭാവാ? അതിനകം നീ ഇതൊക്കെ പഠിച്ചോ? ഞാൻ എന്റെ വെഡിങ് ഇൻവിറ്റേഷനും അയച്ചിരുന്നു, പക്ഷെ അത് എനിക്ക് റിട്ടേൺ ആയി. നിനക്ക് എന്താടാ പറ്റിയത്? ശുഭ, സാറിന് എവിടെ ജോലി? ഹൈദരാബാദിലാണ്. 2 മാസത്തിന് ഒരിക്കൽ വരത്തുള്ളൂ. അദ്ദേഹം ഡോക്ടറാ. അല്ല, ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്. അമ്മ എവിടെ? വീട്ടിലില്ലേ? വിവരം അറിയിക്കാൻ നിങ്ങളൊക്കെ കോണ്ടാക്റ്റിലായിരുന്നോ? ഓ, എന്നാ എന്ത് കോലമാടാ അത്? നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞോ? നിന്റെ ഭാര്യ എവിടെയാ? സ്റ്റെല്ല ഇപ്പൊ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. നീ കവിതയെ കണ്ടോ? ഫ്രാൻസ് പോവാന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചിരുന്നു. അതിന് ഞാനും റിപ്ലൈ അയച്ചിരുന്നു. പിന്നെ ഒരു റെസ്പോൺസും ഇല്ല. ഈസിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് വേസ് ഉണ്ട്. എന്നാലും ജോലി, വീടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മള്. നിനക്ക് എന്താടാ സംഭവിച്ച? അല്ല, വീട്ടിൽ എന്നെ ലാളിച്ച് വളർത്തിയതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആകെ വഷളായി. എന്റെ മുഖത്ത് നോക്കി സംസാരിക്ക. എന്നെ അന്വേഷിച്ച് നീ ഇവിടെ വന്നില്ലേ? നീ ഇവിടെ വന്നില്ലേ? ഡാ, ആദ്യം എന്റെ മുഖത്ത് നോക്കാൻ. കള്ളം പറയാനാ വന്ന? ധർമ്മ,
ചായ 8 രൂപയേ ഉള്ളൂ. നീ എന്തിനാ 20 രൂപ തന്നെ? ചായയോടൊപ്പം ഒരു വടയും കൂടി ആയിക്കോട്ടെ. സ്നേഹമുള്ള കൊച്ചാണല്ലോ, അവിടെ പോയി ഇരുന്നോ. ഞാൻ ശരി ഇപ്പോ ചേട്ടാ, വരാം. വേഗം അവിടെ വരണേ. ഇരുന്നോ. ആ. ഡോക്ടറിനെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ വരാം. ഡോക്ടറെ കാണാവേ. പേഷ്യന്റ് വെയിറ്റിംഗ് സാർ. സാർ, ഈ ട്രെയിനിങ് പീരീഡ് സാർ ഇത്രയ്ക്ക് സിൻസിയർ ആണല്ലോ. എന്നാ പിന്നെ വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യരുതോ സാർ? മിസ്റ്റർ ഗോപാൽ, ഒരു പോസ്റ്റിംഗ് മേടിക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ സർവീസ് ചെയ്യും. സാറേ, ഇവരൊക്കെ ആദ്യം വന്ന പേഷ്യന്റ്. ചേട്ടാ നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താമേ പ്രശ്നം? പേര് കല്യാണി, വയസ്സ് 70, ദഹനക്കേടാ ചേട്ടാ. ആ, അങ്ങനെയാണോ? എന്താ കഴിച്ചേ? ഉത്സവത്തിന് പോയതാ, ഇറച്ചി കൂടുതലങ്ങ് കഴിച്ചു. നിങ്ങളുടെ പേരെന്താ? വീരായി, വയസ്സ് 68, സെയിം പ്രോബ്ലം. എല്ലാവർക്കും അതേ പ്രശ്നമല്ലേ? അതെ മോനെ. ദേ നോക്ക്, ഇത് അജീർണത്തിന് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണെന്നാണോ കരുതിയേ? ഇറച്ചി നിന്നിട്ട് വെറ്റിലയും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഇവിടോട്ട് എന്തിനാ വന്നേ? മിസ്റ്റർ ഗോപാൽ, സോറി സാർ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒരു ആടിന് മുഴുവനായിട്ട് കഴിച്ചിരിക്കുക. വയസ്സാം കാലത്ത് ഇതെല്ലാം കുറച്ച് കഴിക്കണം. മനസ്സിലായോ? എല്ലാവർക്കും ഒരേ മരുന്നാ. നിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഡോക്ടറിനോട് പറ. പേര് അൻപ് സെൽവി, വയസ്സ് 24, നാട് കാമക്കപ്പട്ടി. ഭയങ്കര ക്ഷീണമുണ്ട്, എന്തെങ്കിലും ഒരു ടോണിക് എഴുതി തന്നേക്ക്. ഇവർക്കൊക്കെ ഏജന്റ് നീയാണോ? അതല്ല ചേട്ടാ, എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തപ്പോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആശുപത്രി പോവാൻ വഴി അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ഇവിടെ ആർക്കും സുഖമില്ലെങ്കിലും ഉടനെ ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ഇത് വെച്ചോളൂ. ഇത് നിങ്ങൾക്ക്, ഇത് ഈ വയസ്സായവർക്ക്. വാ മുത്തശ്ശി, എന്നാ പോവാം. ചെന്നാട്ടെ. ഇല്ല, ഇപ്പൊ വരും. ചെല്ല് പതുക്കപ്പോ. ആ ചേട്ടാ, തെറ്റിദ്ധരിക്കരുത്. ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ദേ നോക്ക്, ഇത് നിനക്ക് എഴുതിയതാണോ? മിസ്റ്റർ ഗോപാൽ, വീണ്ടും ഒരു സോറി സാർ. പറഞ്ഞോളൂ. ചേട്ടാ, നിങ്ങളൊന്ന് നോക്കിക്കേ. കാക്ക ചെകഞ്ഞതുപോലെയുണ്ട് നിങ്ങളുടെ കൈയക്ഷരം. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇത്രയും പഠിച്ചിട്ടും ഈ ഡോക്ടർമാർ എഴുതുന്ന എന്തുകൊണ്ടാ മനസ്സിലാകാത്തത്? നിങ്ങളെങ്കിലും മനസ്സിലാവുന്ന പോലെ എഴുത്. ഞാനെല്ലാം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? ആ, ജലസിൽ പാൻറ്റി. നന്നായിട്ടുണ്ട് ചേട്ടാ. എന്നെ വിളിച്ചോ ചേട്ടാ? സത്യ, ടേക്ക് കെയർ ഓഫ്. ഓക്കെ ഡോക്ടർ. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. മോളെ, നിന്റെ പേരെന്താ മോളെ? അൻപ് സെൽവി. പേര് ചോദിക്കാനൊന്നും അല്ല, ചെവി നല്ലപോലെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാ. എനിക്ക് ചായ. ഈ പെണ്ണിന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, നിങ്ങൾ തൊഴിലുറപ്പ് ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെയൊന്നും പോകാറില്ല. വൈഗൈ ഡാമിനടുത്തുള്ള വെള്ളരിക്കത്തോട്ടത്തിൽ ജോലിക്ക് പോകാറുണ്ട്. മോൾ അകത്തോട്ട് ചെല്ല്. ഇത് നോക്കൂ, ഞാൻ വീണ്ടും പറയാ, എന്റെ മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഡോക്ടർ എന്ന് പറയുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എനിക്ക് എന്ത് കഴിയുമോ അത് ഞാൻ ചെയ്യാം. ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളുടെ മകളെ മാത്രം മതി. പ്രേമം തലയ്ക്ക് പിടിച്ചാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സമ്മതമാണോ നിങ്ങളുടെ മോളോട് ചോദിക്കൂ. മിസ്റ്റർ ഗോപാൽ സാറേ, ഡ്രൈവർ അവിടെ തനിച്ചാണെന്ന് തോന്നുന്നു. അയാൾക്ക് പോയി ഒന്ന് കമ്പനി കൊടുക്കും. ഞാനിത് പ്രതീക്ഷിച്ചതാ സാറേ. സോറി സാറേ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ കഴിവിന് മേലുള്ള ബന്ധമാ. നിനക്ക് സമ്മതമാണെങ്കിൽ പറ, എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യാം. പിന്നെ വിധി പോലെ നടക്കും മോളെ. അച്ഛാ, എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. ഇങ്ങോട്ട് നോക്കടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടേക്ക്. എന്താമാവ അവിടെയും പോയി രാഷ്ട്രീയം പറഞ്ഞോ? അടിച്ചോടിച്ചല്ലേ? ഞാൻ സത്യം മാത്രമേ പറഞ്ഞോളൂ. സ്ഥലവും കാലൊക്കെ നോക്കി വേണ്ടേ സംസാരിക്കാൻ? അത് ശരി, എനിക്കാണ് ഉപദേശം. മര്യാദയ്ക്ക് പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ, ചെല്ലേ. അത് മറ്റൊന്നുമല്ല, എന്റെ മകൾക്ക് നിങ്ങളോടൊന്ന് അത് സംസാരിക്കണം. കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം. എന്തിനാ കിടന്ന് പഠിക്കുന്നത്? അവിടെ ഇരി. നിക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. വീട്ടിന് പുറകിൽ പോയി സംസാരിച്ചിട്ട് അവിടെ എന്റെ അമ്മയുണ്ട്. ശരി. അവൻ നടക്കാൻ പറ്റാത്ത കഴിവിയാ. അവരോട് അനുഗ്രഹം വാങ്ങിച്ചു. ആയിക്കോട്ടെ. സോറി, അന്ന് ആശുപത്രി വെച്ച് നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചു. അതാ മനസ്സിന് എന്തോ പോലെ.
സോറി. നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇതാര്? ഇതെന്റെ അച്ഛമ്മയാ. അച്ഛമ്മേ, ഓ ഇവിടെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ദോഷത്തോടെ നടക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഉം.